നല്ല ശാന്തസുന്ദരമായ ദിവസം. കിളികളുടെ കളകളനാദം, മീനുകൾ, പക്ഷികൾ. പക്ഷേ ഇതൊന്നും എനിക്ക് ഭാഗ്യമില്ല മക്കളെ. നാളെ എക്സാമാണ്. പഠിക്കാനുള്ളത് പഠിച്ചല്ലേ പറ്റുള്ളൂ. കുറച്ച് നേരം എഴുതും, കുറച്ച് നേരം വായിക്കും, കുറേ നേരം വായും പൊളിച്ച് അവിടെ ഇവിടെ നോക്കിയിരിക്കും. അങ്ങനെ വായും പൊളിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ വിശപ്പിൻ്റെ വിളി വരും. അപ്പം നമ്മൾ കുറച്ച് ചോറിടും. മനസ്സ് പറയും കുറച്ച് കുറച്ച്, വയറ് പറയും തോനെ തോനെ. അങ്ങനെ രണ്ടുപേർക്കും കൂടെ ഒത്തുതീർപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിൻ്റെ വാക്ക് കേട്ട് കുറേ കഴിച്ചു. തുണി അലക്കാനുണ്ടായിരുന്നു, എല്ലാ തുണിയും അലക്കിയിട്ടു. ഏകദേശം കുറച്ച് നേരം നമ്മളെ രാജകുമാരിൻ്റെ അടുത്തിരുന്നു. പക്ഷെ അവൾക്ക് എന്നെ പരമ പുച്ഛമാണ്. അവൾ എണീറ്റ് പോയി. ഇനി പുച്ഛമില്ലാത്ത രണ്ടുപേരാണ് ഈ ഇരിക്കുന്നത്. ഇത് പിന്നെ എവിടെ പോയാലും നമ്മൾ പിന്നാലെ വരണ ആളെന്നെ. ഒരാളും കൂടി ഉണ്ട് കേട്ടാ. തന്നെ ഇവരിപ്പോൾ വിറക് വേരലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കുള്ളത് പഠിക്കാം. അങ്ങനെ PG സെക്കൻഡ് ഇയർ കഴിയാനായി. 2 വർഷം എത്ര പെട്ടെന്നാണ് പോയതില്ല. അങ്ങനെയൊക്കെയാണ് കോളേജ് ലൈഫ് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് പഠിക്കാൻ വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ല. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ പെണ്ണ് കാണിക്കണത്, സിനിമ കണ്ടുകൊണ്ടാണെന്ന്. ഞാനങ്ങനെ കേട്ടോ പഠിക്കുന്നത്. സിനിമ ഒക്കെ ബാക്കിൽ നടക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും. നിങ്ങളാരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ? എല്ലാവരും പാട്ടൊക്കെ കേട്ട് പഠിക്കുന്നവരായിരിക്കില്ലേ? അപ്പോൾ ഓക്കെ, ഇന്നത്തെ പോക്ക് കഴിഞ്ഞു. ഇനി എക്സാം കഴിഞ്ഞ് കാണാം. ഓക്കെ, ബായ്.